വെൽക്കം ബാക്ക് ടു ഫുഡ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ക്രിസ്പി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചുറോസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്പെയിനിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഈ ഒരു ചുറോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമുള്ളൂ. ആദ്യം നമുക്ക് ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു പാനിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ എണ്ണ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമ്മുടെ ഡോ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ടെടുക്കാം. അപ്പൊ ഞാനിവിടെ സ്റ്റാർ നോസിൽ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ചുറോസ് ഇവിടെ റെഡിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.